ഹലോ ഫ്രണ്ട്സ്, ഇത് വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് പുറത്ത് വന്നിരിക്കുകയാണ്. ഫുൾ ഫാമിലിയോട് കൂടിയാണ് വന്നിരിക്കുന്നത്. മിക്കുണ്ട്, ബേബിക്കുട്ടനുണ്ട്, മമ്മിയുണ്ട്, പിന്നെ അപ്പായുണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് സിത്രയിലുള്ളൊരു പാർക്കാണ്. പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒത്തിരി റൈഡുകളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ മുതിർന്നവർക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീച്ചിൻ്റെ സൈഡിൽ നമുക്ക് ഇരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെയുള്ള സ്ഥലമൊക്കെ ഉണ്ട്. മമ്മിയാണെങ്കിൽ ബേബീൻ്റെ മിക്കുൻ്റെ കളിയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. ബേബിനെ ഞങ്ങളൊരു ഇരിക്കുന്ന ഒരു ചെറിയ കുറ്റി പോലൊരു സംഭവമുണ്ട്, അതിൽ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അവനെ എടുക്കുന്നതിനോട് അവന് വലിയ താല്പര്യമില്ല, കാരണം അവനും എൻജോയ് ചെയ്യണ്ടേ. അപ്പം കുറേ നേരം പിടിച്ചു നിന്നു. മിക്കുവാണെങ്കിൽ സൈക്കിളൊക്കെ കൊണ്ടാണ് ബീച്ചിലേക്ക് എത്തിയത്. സൈക്കിൾ റൈഡിനൊക്കെ ഉള്ള അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. മിക്ക കുറേ നേരം സൈക്കിളൊക്കെ ഓടിച്ചു. പിന്നെ കുറേ റൈഡ്സിലൊക്കെ കയറി നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് ഈ വീക്കെൻഡ് നമ്മൾ പുറത്ത് പോകുന്നത്. കാരണം യുദ്ധമൊക്കെ ആയതുകൊണ്ട് ഒത്തിരി നാളായിരുന്നു നമ്മൾ വീക്കെൻഡിലൊന്ന് പുറത്തിറങ്ങിയിട്ട്. അതുകൊണ്ട് നേരത്തെ ഞങ്ങൾ, അതായത് ലാസ്റ്റ് വീക്കിൽ ഞങ്ങൾ പറഞ്ഞു വെച്ച് ഈ ആഴ്ച നമ്മൾ പുറത്ത് പോകുമെന്ന്. ബേബിക്കുട്ടൻ എന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവനിങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവനാണെങ്കിൽ സ്വന്തമായിട്ട് നടക്കാനോട്ട് അറിയത്തൊട്ടില്ല താനും. അപ്പം അതിൻ്റെ കൈയൊക്കെ പിടിച്ച് അപ്പൻ്റെ ഹെൽപ്പോട് കൂടിയാണ് അവൻ നടക്കുന്നത്. പക്ഷേ അവൻ്റെ അഹങ്കാരം കണ്ടാൽ നമുക്ക് തോന്നും അവൻ തന്നെ നടക്കുന്നതാണ്. മമ്മിയും ബേബി കൂടെ കുറേ നേരം ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ പോയി ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടുവന്ന്. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. മമ്മീനോട് ഞാൻ പറഞ്ഞു, മമ്മി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, വയറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചുരുക്കി പിടിക്കും മമ്മീന്ന്. പക്ഷെ വേറെ കാണട്ടെ, എല്ലാം കാണട്ടടി. പിന്നെ മിക്ക കുറേ റൈഡ്സിലൊക്കെ കയറി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിള്ളേരോടൊപ്പം ചിലവഴിക്കുന്ന ഈ സമയം നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ജീവിതം എന്ന് പറയുന്നത് ഈ വലിയ വലിയ കാര്യങ്ങളിലൊന്നും അല്ല സന്തോഷം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇത്തരം ചെറിയ നിമിഷങ്ങളിലാണ് നമുക്ക് മാക്സിമം നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം. മിക്കും കൂടെ ബേബീനെ ഇവിടെയും കൊണ്ടുപോയി കുറേ നേരം എടുത്തു കഴിയുമ്പോൾ അവനും മടുക്കുമല്ലോ. ഇവിടെയും കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ പിടിപ്പിച്ച് നിർത്തി. അവൻ ഭയങ്കര ഹാപ്പി ആട്ടോ. അത് സ്വന്തം നിൽക്കുന്നതിൻ്റെ അഹങ്കാരമാണ് അവൻ്റെ ആ മുഖത്ത് കാണാൻ പറ്റും അഹങ്കാരം. പിന്നെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലാണ് നമുക്കൊന്നും ഇങ്ങനെയൊന്നും പോകാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മുടെ പാരൻസിനൊക്കെ അതിനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പിള്ളേരെയും കൂടെ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകണം. മിക്കുവാണെങ്കിൽ കാറ് കയറി എങ്ങോട്ടെങ്കിലും പോകുമ്പോഴേ തുടങ്ങുന്നത് നമ്മൾ പാർക്കിലേക്കാണോ പോകുന്നത്. മമ്മി കണ്ടില്ലേ, ഇതെന്താന്ന് പോലും മമ്മിക്ക് അറിയില്ല, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മമ്മിക്ക് അറിയില്ല. ഒത്തിരി നാൾ കൂടി പുറത്തിറങ്ങിയ സന്തോഷം മമ്മിയുടെ മുഖത്തുണ്ട്. മമ്മി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ബേബീനെ എടുത്തുകൊണ്ട് കുറച്ച് നേരം ബീച്ച് സൈഡിലൊക്കെ നിന്ന് ബേബിക്ക് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്തു. തണുപ്പായതുകൊണ്ടുള്ള പനി പിടിക്കുമെന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇന്നത്തെ പാർക്ക്